ചോദിച്ച് എന്തേ കാരണം? പെൺകുട്ടികൾ കേൾക്കണം, എന്തേ അതിന്റെ കാരണം? നീ വിശ്വസിക്കാത്തതിന്റെ കാരണം എന്താ? തെളിവ് വരെ എതിരാണ്, എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് നീ വിശ്വസിക്കാത്തത് എന്താ? ആയിഷ ബീബി റളിയല്ലാഹു തആല ഒരിക്കലും തെറ്റ് ചെയ്യില്ല നബിയെ. എന്തേ? അള്ളാന്റെ ഖുർആൻ പറഞ്ഞു. ആ ഉമർ തങ്ങൾ ചോദിച്ച ഒരു ചോദ്യം, ആയിഷനെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് ആരാ? നബി തങ്ങളോട് തിരിച്ചു ചോദിച്ചു, ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് ആരാ? അല്ലയാ ഉമറെ, അല്ലയാണ് പറഞ്ഞത് ആയിഷാനെ കെട്ടാൻ, അതുകൊണ്ടാണ് ഞാൻ കെട്ടിയത്. അപ്പൊ ഉമർ തങ്ങൾ ചോദിച്ചു, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ വസാഅ സബീല. അല്ല എന്താ പറഞ്ഞേ? അല്ല പറയുന്നു, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ. ഈ വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട കാര്യമാ, വളരെ മോശമായ കാര്യമാ. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം കൂടെ പറഞ്ഞു, വസാഅ സബീല. അത് ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഉണ്ടാകില്ല. പച്ച മലയാളത്തിൽ പറയാൻ പറ്റത്തില്ല. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നല്ല കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും അത് ചെയ്യോ? അല്ല പറയുന്നത് വസാഅ സബീല, അവർക്ക് ക്വാളിറ്റി ഇല്ലെന്ന്. പച്ച മലയാളത്തിൽ പറഞ്ഞ അവർ ക്വാളിറ്റി ഇല്ലെന്ന്, അവര് നല്ലവരല്ല. അപ്പൊ ഉമർ തങ്ങൾ ചോദിക്കുന്നു, ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടാൻ അല്ല പറയോ? ആയിഷ ഒരു മോശക്കാരിയായ പെണ്ണാണെങ്കിൽ അവളെ കെട്ടാൻ അല്ല പറയോ? ഇല്ല, ആയിഷ തെറ്റ് ചെയ്തിട്ടില്ല നബിയെ. ഇതാ പറയുന്നത്, ഒരു ഹറാമാണ് ഒരു അന്യ പുരുഷൻ നിന്റെ ശരീരത്ത് തൊടുന്നുണ്ടെങ്കിൽ അവൻ നല്ലവനല്ല, അവിടെ വെച്ച് മാഴ്സലാമ പറയണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇല്ലെങ്കിലോ സിറാജ്, നിനക്ക് കിട്ടാത്ത കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. നീ ഇങ്ങനെ ജുബയും തൊപ്പിയിട്ട് അത് കിട്ടാത്ത കൊണ്ടാണെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ ഓർത്തു വെച്ചോ, അല്ല പറയുകയാ, എന്റെ അടുത്ത് തന്നെ നീയൊക്കെ വരും, എവിടെ പോയാലും ഈ പള്ളിക്കുഴി നിന്നെ കൊണ്ടുവരും. അന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണവും നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതവും അള്ളാഹു ഖൈറിലാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ഖുർആൻ, 3 ഒരെണ്ണം കൂടെ കേട്ടൂടെ? 9:30 9:22 ഒരു നന്മ കൂടെ കേട്ടിട്ട് കൂടെ? 10 മണി വരെ അല്ലേ മൈക്ക് സെറ്റുള്ളൂ അല്ലേ? 10 മണി വരെ അല്ലേ ഉള്ളൂ? കുറച്ചു നേരം കൂടി ഇരിക്കുവോ? നിങ്ങൾ എന്ത് ഇങ്ങനെ മരണ വീട്ടിൽ ഇരിക്കണ പോലെ ഇരിക്കണേ? ഇരിക്കുമല്ലേ? 3 അള്ളാഹു പറയുകയാണ്, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വായ്പാട് പള്ളികളുടെ മുമ്പിലിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, ജീവിതം എങ്ങനെയുണ്ട് വാപ്പാ? കച്ചവടമുണ്ടോ? ഈ പള്ളികളുടെ മുറ്റത്തിരിക്കുന്നവരോട് ചോദിക്കുകയാണ്, ജീവിതം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ നമ്മളിലധികം പേരും പറയുന്ന ഉസ്താദേ പ്രയാസമാ, ബുദ്ധിമുട്ടാ, കച്ചവടമില്ല. വായ്പാടൊരു കടയുണ്ട്, നല്ല കച്ചവടമുണ്ടായിരുന്ന കടയാണ്, എല്ലാം പോയി ഉസ്താദ്. കൊറോണ വന്നതോടുകൂടി സർവ്വതും തകർന്ന് തരിപ്പണമായി, സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ്, ലക്ഷങ്ങളുടെ കടം വന്നു. ഉസ്താദേ പായിപ്പാട് കോടികളെ ചെലവഴിച്ചു ഒരു വീട് വെച്ചു, മനോഹരമായ ഒരു കൊട്ടാരം പണിതു, കിടന്നിട്ടുറക്കം വരുന്നില്ല, സമാധാനമില്ല. ഈ ചിരിയും കളിയുമായി നടക്കുന്ന പായിപ്പാടുള്ള പെങ്ങളോട് ചോദിക്കട്ടെ, നിനക്ക് കിടക്കാൻ വീടുണ്ട്, സഞ്ചരിക്കാൻ കാറുണ്ട്, ധരിക്കാൻ വസ്ത്രമുണ്ട്, തിന്നാൻ ഭക്ഷണമുണ്ട്, ശരീരത്തിനിടാ സ്വർണ്ണമുണ്ട്, പടച്ചറപ്പ് നിനക്കെല്ലാം തന്നു പെങ്ങള്, നിനക്കെല്ലാം തന്നു പെങ്ങള്. എന്നിട്ടും എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? സമാധാനമില്ല ഉസ്താദ്, സമാധാനമില്ല ഉസ്താദ്. പായിപ്പാട് കോടിക്കണക്കിന് ആസ്തിയുള്ള കോടീശ്വരാ, നിനക്ക് കാറുണ്ട് സഹോദരാ, ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന കാറുണ്ട്, നിനക്ക് വസ്തുവുണ്ട്, പണമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അള്ളാഹു നിനക്കെല്ലാം തന്നു. എന്നിട്ടും നീ പറയുകയാ
പറയാ മരിച്ചാ മതിയായിരുന്നു ഉസ്താദ്, ആത്മഹത്യ ചെയ്യാ തോന്നുകയാണ്, മരിക്കാ തോന്നുകയാണ്. എന്തു പറ്റിയെന്നറിയില്ല, എന്ത് സംഭവിച്ചെന്നറിയില്ല. ഉയർന്ന പദവിയിലിരുന്ന ഞാനിന്ന് താഴേക്ക് പതിച്ചുപോയി ഉസ്താദ്. ആരോ കൂടോത്തരം ചെയ്തു വച്ചിരിക്കുകയാ. അല്ല ചെറുപ്പക്കാരാ, നിന്റെ നാശത്തിന്റെ കാരണം അള്ള പറയുകയാ. എന്തേ കച്ചവടമൊക്കെ പോയത്? നല്ലതുപോലെ നടന്നിരുന്ന നീ ഇന്ന് തലകുത്തി വീഴാനുള്ള കാരണം എന്തെന്നറിയോ? സിറാജല്ല പറയുന്നത്, അള്ളയാ പറയുന്നത്. അള്ള പറയുകയാ, വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസത്തൻ ലൻകാ. അല്ല തകർത്തതാ, അല്ലാഹു തകർത്തതാ. നിന്നെ സർവ്വതും തകർത്തത് പടച്ചവനാണ്, നിന്റെ സന്തോഷം തകർത്തത് പടച്ചവനാണ്. അല്ലാഹു നിന്നെ ഒരുക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? നീ പരിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വന്നപ്പോ, അള്ളാന്റെ ഖുർആനിനെ ആദരിക്കാതെ വന്നപ്പോ അല്ലാഹു നിന്നെ പ്രയാസപ്പെടുത്തിയതാണ്, അല്ലാഹു നിന്നെ ബുദ്ധിമുട്ടിച്ചതാണ്. നിന്റെ ജീവിതം തന്നെ അല്ലാഹു തകർക്കുകയാണ്. സമാധാനത്തോടെ ജീവിക്കേണ്ടതില്ല, സമാധാനത്തോടെ ജീവിക്കാൻ അല്ലാഹു സമ്മതിക്കില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കാതെ വരുമ്പോ പെങ്ങളെ, അള്ളാന്റെ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ വരുമ്പോ സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി വലിയ പ്രയാസത്തിലാണ്. റബ്ബേ, വലിയ വലിയ പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, അവസാന ദിവസമാണ്. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ക്യാൻസർ രോഗികള്, പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ ഓരോ വെള്ളിയാഴ്ചയും ക്യാൻസർ പിടിച്ചവർ, ട്യൂമർ പിടിച്ചവർ, കിഡ്നി രോഗികൾ, എത്രയോ പേര് വരുന്ന കാഴ്ച കാണുന്നവരാണ്. പടച്ചവരെ, പനി പടരുന്നത് പോലെ പടരുകയാണ്. മഞ്ഞപ്പിത്തം പടർന്നുകൊണ്ടിരിക്കുകയാണ്. മാരകമായ രോഗങ്ങൾ പടരുകയാണ്. സഹോദരാ, ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ വെറുതെ കൊടുക്കണ്ട, ഒരാളും ഓസിന് കൊടുക്കണ്ട. നിബിധങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നിങ്ങളിലധികം പേര് രോഗികളാണ്, മരുന്ന് കടിച്ചിട്ട് മാറാത്ത രോഗമുള്ള. ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ പോയി ഉസ്താദേ, രോഗം മാറുന്നില്ല, രോഗം മാറുന്നില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് മാറാത്തവരുണ്ടല്ലോ. സഹോദരാ, ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് വരികയാ. നിബിധങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാ അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുന്നവരാ. നിനക്ക് മാരകമായ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടണോ? നിന്റെ വീടും നിന്റെ കാറും നിന്റെ സ്വർണവും നിന്റെ വില്ല എല്ലാം പോകും ചെറുപ്പക്കാരാ. പെങ്ങളെ, ഒരു രോഗം വന്നു കഴിഞ്ഞ ഈ സമ്പാദിച്ച് കൂട്ടിവെച്ചിരിക്കുന്നതൊന്നും മതി വരില്ല. അതുകൊണ്ട് പടച്ചവനോട് പറയണം, ഈ ബക്കറ്റിന്റെ അകത്ത് എഴുതുമ്പോ, ഈ ബക്കറ്റിന്റെ അകത്ത് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കുമ്പോ നീ അല്ലാഹുവോട് പറയണം, പടച്ചവനെ, മാരകമായ ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടോ? ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ അല്ലാ. പടച്ചവനെ, എന്തൊക്കെ രോഗങ്ങളാ സഹോദരാ, മാരകമായ രോഗങ്ങൾ. പടച്ചവനെ, അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് സദക്ക കൊടുക്കുന്നത്. അതുകൊണ്ട് പടച്ചവനെ, ഉള്ളതിൽ നല്ലത് കൊടുക്കണോ. 2 ദിവസം ഇവിടെ വഅദ് നടന്നു. പടച്ചവനെ, ബക്കറ്റുകളെ എടുത്ത് നോക്കിയപ്പോ വല്ലാത്ത സങ്കടം വന്നു. അതുകൊണ്ട് അവസാന ദിവസമാണ്, പടച്ചറപ്പിന്റെ ഭവനത്തിന്റെ മുമ്പിലാണ്. ഒരു കുറവും വേണ്ട, ഒരു കുറവും വേണ്ട. ചോദിച്ചാൽ അല്ലാഹു തരുന്ന പള്ളിയാട് പായിപ്പാട് പള്ളി. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക എടുത്തു. അല്ലാഹുവേ,
സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നു അവരുടെ കൈകാല് മുറിച്ചു മാറ്റല്ലേ അല്ലാ. പടച്ചവനെ, ഇന്നൊരു സഹോദരൻ, എന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സഹോദരൻ ഇന്ന് രാവിലെ മൊബൈൽ എടുത്തു നോക്കുമ്പോ ആ സഹോദരന്റെ മരണ വാർത്തയാണ് കേട്ടത്. ജമാലെന്ന് പറയുന്ന വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന, പടച്ചവനെ, മൂവാറ്റുപുഴ ഭാഗത്ത് ഉള്ള ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ മരണ വാർത്തയാണ് കേട്ടത്. അതിനെ പറയുന്നു, പടച്ചവനെ, ഡോക്ടർ ഇന്നലെ പറഞ്ഞു കാല് മുറിച്ചു മാറ്റണമെന്ന്, കാല് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർ പറഞ്ഞു. റബ്ബേ, ടെൻഷൻ അടിച്ചതോ. ഇന്ന് ഈ സമയത്ത് ഖബറിനകത്താ. ഖബറ് വിശാലമാക്കണേ തമ്പുരാനാ. ഈ പള്ളിയിൽ എത്രയോ പേര് വരുന്നു. ഇന്ന് ഉച്ചയ്ക്കും പറഞ്ഞു, ഉസ്താദ് വാപ്പ ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുകയാ, ദുആ ചെയ്യണേ. സഹോദരാ, എന്തെല്ലാം വിപത്തുകള്. എന്തിനാ പടച്ചവനെ, നിന്ന നിപ്പിന് വീണു പോകുന്നവരുണ്ടല്ലോ. ഇന്നലെ പടച്ചവനെ രാവിലെ ഖുർആൻ പാരായണ മത്സരം നടക്കുമ്പോ PT ഇസ്മായിൽ അണ്ണൻ ഇവിടെ ഖുർആൻ കേൾക്കാനിരിക്കുന്നുണ്ട്. നമ്മുടെ അജ്മലിന്റെ വാപ്പ PT ഇസ്മായിൽ അണ്ണൻ ഇന്നലെ ഞാൻ കണ്ടതാ സഹോദരാ താഴെ ഇരിക്കുന്നത്. ഉച്ച കഴിഞ്ഞപ്പോ ജമാഅത്തിന്റെ സെക്രട്ടറി പറയുന്ന, ഉസ്താദ് പെട്ടെന്ന് വയ്യാതെയായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഉസ്താദെ, പെട്ടെന്ന് ശരീരം തളർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലിവേഴ്സ് ഹോസ്പിറ്റലിന്റെ ഐസിയുവിലാണ്. പെട്ടെന്നാണ് പറയുന്നത്, നിന്ന നിപ്പിന് വീണു പോകുന്നവർ. അല്ലാഹുവേ, ശിഫ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. പടച്ചവനെ, ഈ പള്ളിയിൽ നിസ്കരിക്കാമെന്ന പലരെയും കാണാനില്ല. പലരും കിടപ്പിലാടോ, പലരും രോഗികളാടോ. പെട്ടെന്നാണ് സംഭവിച്ചു പോകുന്നത്. റബ്ബേ, അപകടങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗങ്ങളെ തൊട്ട്. PT ഇസ്മായിൽ എണ്ണ ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നു. ആ ഹിഫ്ള് ഇവിടെ ഇന്നലെ മെലഞ്ഞാന്ന് വഴുത് വെക്കാനുണ്ട്. ഇന്നലെ താഴെ ഖുർആൻ പാരായണ മത്സരം നടക്കുമ്പോണ്ട് പെട്ടെന്നാ പറഞ്ഞ വീണെന്ന്. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഞാൻ പറയല്ലോ, അജ്മല് പറഞ്ഞു വാപ്പാക്ക് ശരീരം നല്ല മാറ്റം ഉണ്ടെന്ന്. നമ്മുടെ അൻസാരിന്റെ മോൻ ഇന്നലെ പൈസലൊക്കെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് കുഴപ്പമില്ല എന്ന്. ഞാൻ പറയുന്നു, അദ്ദേഹം ആ ഖുർആൻ ഓതുന്നിടത്ത് വന്നിരുന്നതിന്റെ ബറക്കത്ത് കൊണ്ടാ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. എത്രയോ പേര് സഹോദരങ്ങളെ, നമ്മുടെ ശംസുദ്ദീനത്ത, നമ്മുടെ പള്ളിയില് ഇവിടുന്ന് ശംസുദ്ദീനത്ത പെട്ടെന്നായിരുന്നു. ഞാൻ പോയി കണ്ടു. അൽഹംദുലില്ലാ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിന് നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന അത്തായും മക്കളും കൂടെ വരുന്ന കണ്ട കൂട്ടുകാർ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ താഴത്തെ അത്താടെ വരുന്നത് അബ്ദുൽ ഖാദർ അണ്ണൻ, അത്തായും മക്കളും കൂടെ ചിരിക്കുന്ന മുഖത്തോടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാല് മുറിച്ചു മാറ്റിയിട്ട് കിടപ്പില. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. എത്രയോ പേര് സഹോദരങ്ങളെ ദുആ കൊണ്ട്. നമ്മുടെ PK ഹോട്ടലിലെ മോലാളി, അദ്ദേഹം ഇങ്ങനെ കടന്നവരെ നമ്മൾ മനസ്സിലാക്കണം. ദുആ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാ. അള്ളാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാ ബക്കറ്റ് വരുന്നു. നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുക്ക്. അള്ളാഹു തന്നതിൽ ഒരു അല്പം കൊടുക്ക്. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയ നിഷാദ, നീ ഇങ്ങനെ കറങ്ങി നടക്കാതെ അകത്തോട്ട് കയറിക്കോ. നിനക്ക് വീട് വെക്കാനൊന്നുമല്ല, ധൈര്യമായിട്ട് കയറ്. നിനക്ക് സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന അവസരം നീ ഇങ്ങനെ നിൽക്കുന്നത്. കയറിക്കോ, ബക്കറ്റുമായിട്ട് അകത്തോട്ട് നിക്ക്. റഫീഖ 2 മിനിറ്റ് നിക്കടാ. ധൃതി. എല്ലാവരും അൽഹംദുലില്ലാ, എല്ലാവരും റഫീഖൊക്കെ നിന്ന് വേടിയില്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സഹോദരൻ, നഷ്ടമില്ല, ലാഭമേ ഉള്ളൂ. കൊടുത്താൽ നിനക്ക് വരാനിരിക്കുന്ന വിപത്ത് അല്ലാഹു തട്ടിമാറ്റും. നിന്റെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകും. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ നിന്റെ ജീവിതത്തിൽ നീ തലകീഴായി വീഴാനുള്ള കാരണം ആരും കൂടോത്രം ചെയ്തു വെച്ചതൊന്നുമല്ല, മുട്ട കുഴിച്ചിട്ടതോ തകിടിട്ടതോ ഒന്നുമല്ല. വെറുതെ പൈസ കളയണ്ട. നിന്റെ നാശത്തിന്റെ കാരണം നീ തന്നെയാ. നീ ഖുർആനിനെ പരിഗണിച്ചില്ല. അതാണ് അല്ലാഹു നിന്നെ പിടിച്ചത്. അല്ലാഹു സാമ്പത്തികമായി നിന്നെ തകർത്തത്. ഇനിയോ അടുത്ത ശിക്ഷ എന്താ? അടുത്ത ശിക്ഷ എന്താ? നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം അല്ലാഹു പറയുകയാ, ദുനിയാവില് മാത്രമല്ല, നീ തന്നെ പറഞ്ഞില്ലേ മരിച്ചാ മതിയെന്ന്. നമ്മൾ തന്നെ പറയുന്നില്ലേ ചില സമയത്ത് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നെന്ന്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എതിലെ കൂടൊക്കെ പ്രാണി കയറുന്നെന്നറിയാം. എടാ, ഇത് പണ്ട് നോഫാക്കാൻ വല്ല വടിയുണ്ടോ? ഒന്ന് തിരിച്ചെങ്കിലും പോയി. സുബ്ഹാനല്ലാഹ്, പ്രസിനകത്തൂടൊക്കെ കയറുന്നുണ്ട്. വായിക്കാത്ത ഒരെണ്ണം പോയി സാധനം.
അള്ളാഹു എഴുതിയ റിസ്ക് തിന്നണമെന്നല്ലേ ഒരു പ്രാണി എഴുതിയിട്ടുണ്ടായിരുന്നു, അത് പോയി, അത്ര തന്നെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ പറ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിനക്ക് ഉണ്ടായ ഈ നാശത്തിന്റെ കാരണം നീ തന്നെയാ. ഇനി അടുത്തതോ അള്ളാഹു പറയുകയാ, ഖാല റബ്ബി ലിമ ഹസർതനി അഅ്മാ. പായിപ്പാട് പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നീ കൊണ്ടടക്കിയതാ. നീ എഴുന്നേറ്റ് വരുമ്പോ കണ്ണ് കാണൂല, നിന്റെ കണ്ണ് കാണത്തില്ല, നിന്റെ ചെവി കേൾക്കത്തില്ല, അന്ധനെ പോലെ വരും. ഖാല റബ്ബി ലിമ ഹസർതനി അഅ്മാ വഖദ് കുൻത ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. കണ്ണ് കാണാതെ അന്ധനെ പോലെ തപ്പിത്തടഞ്ഞ് നീ വരുമ്പോ നീ അള്ളാഹിനോട് ചോദിക്കുക, എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ പടച്ചവനെ, എനിക്ക് കണ്ണ് കാണുമായിരുന്നല്ലോ, എനിക്ക് ചെവി കേൾക്കുമായിരുന്നല്ലോ, ഇന്നെന്തു പറ്റി അല്ലാ? അപ്പൊ അള്ള ചോദിക്കും, പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ വെച്ചും സിറാജ് ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറഞ്ഞപ്പോ നിനക്ക് കണ്ണ് കാണത്തില്ലായിരുന്നല്ലോ അല്ലേ? പായിപ്പാട് പള്ളിയുടെ സാഹചര്യങ്ങൾ, കടങ്ങളും കാര്യങ്ങളും നിന്റെ മുമ്പിൽ ഉസ്താദ് ധൈര്യമായിട്ട് ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറഞ്ഞപ്പോ നീ പൊട്ടം കളിച്ചില്ലേ? ബക്കറ്റ് വന്നപ്പോ നീ പൊട്ടം കളിക്ക, തിരികെ അങ്ങോട്ടും ഇങ്ങോട്ടും. കടവുണ്ട്, അല്ലെങ്കിൽ അത് കൊടുക്കണം ഇത് കൊടുക്കണം, ഒന്ന് ഒളിച്ചും പാത്തും. മുമ്പിൽ വന്ന ഇമാമ് ചോദിക്കും, സൈഡിലാ പോയിരുന്നേ, പറ്റിച്ചു. നീ കണ്ണ് കാണാത്തവനെ പോലെ അന്ന് കളിച്ചു, ചെവി കേൾക്കാത്തവനെ പോലെ നീ അന്ന് കളിച്ചു. ഇന്ന് നിന്നെ അങ്ങനെ തന്നെയാക്കി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആനിലെ 2 ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാം. ചെറിയ ശിക്ഷയൊന്നും അല്ലടോ, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പാപം വലുതാ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് 10 മണിക്ക് നിർത്തണ്ടേ? ഷാജിയെന്ന 10 മണി വരെയല്ലേ ഉള്ളൂ? ഇൻഷാ അള്ളാഹ് 10 മണി വരെ. എന്ത് ലത്തീവേ, 10 മണിക്ക് നിർത്തണം. അപ്പൊ ഇൻഷാ അള്ളാഹ് ഞാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന പാപം പൊറുക്കാൻ ഒരു 2 ആയത്ത് പറഞ്ഞു തരാം. ഇൻഷാ അള്ളാഹ് ആ ആയത്ത് ഓതി ദുആ ചെയ്ത് ഇൻഷാ അള്ളാഹ് നമുക്ക് തൗബ ചെയ്ത് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ല, ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുമില്ല. എല്ലാവർക്കും ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തവരാ. അള്ളാഹു നമ്മുടെ പാവം പുറത്തു തരുമാറാകട്ടെ. ഇന്നലെ കൊടുത്ത കവറൊക്കെ മേടിച്ചോ? ഇന്നലെ കൽക്കണ്ടവും മുന്തിരിയായിട്ട് പോയില്ലേ? കൽക്കണ്ടവും മുന്തിരിയായിട്ട് പോയില്ലേ? ആ കവർ തിരിച്ചു കൊണ്ടുവന്നവർ ഇൻഷാ അള്ളാഹ് കൊടുക്ക്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാഹ് നമ്മുടെ പാപം പൊറുക്കാനുള്ള ചില നന്മകൾ ഞാൻ പറഞ്ഞു തരാം. ചെയ്യാൻ പറ്റുന്നവര് ചെയ്യ്, പാപങ്ങൾ കഴുകിക്കളയ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ചെയ്തൂടെ? പാപം പൊറുക്കാനുള്ള വഴി പറഞ്ഞു തരട്ടെ. പൈസ ഒന്നും വേണ്ട, പറ ഷൗക്കണ്ണേ. ഷൗക്കണ്ണന് സ്നേഹമില്ലല്ലോ പറഞ്ഞു തരട്ടെ. ഒന്ന്, പാപം പൊറുക്കാനുള്ള എളുപ്പവഴി. പാപം പൊറുക്കാനുള്ള എളുപ്പവഴി നബിതങ്ങൾ പറഞ്ഞു, ഒരു പാപം ചെയ്താൽ അതിന്റെ തൊട്ടുപിറകിൽ നീ ഒരു നന്മ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാപം പൊറുക്കാനുള്ള എളുപ്പവഴി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ തൊട്ടുപുറകെ ഒരു നന്മ ചെയ്യണം, പിന്നെയും തെറ്റ് ചെയ്യരുത് എന്ന് നബിതങ്ങൾ അവിടെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബി ചോദിക്കുന്നു, നബിയേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ മതിയോ നബിയേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാ മതിയോ നബിയേ? അതും ഒരു നന്മയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുമ്പോ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പാപം പൊറുക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ, ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയ്യത്ത് താ നബിയേ, എനിക്കൊരു വസിയ്യത്ത് താ നബിയേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്ത വസിയ്യത്ത് എന്തെന്നറിയോ? നീ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ പുറകെ ഒരു നന്മ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പാപം പൊറുക്കാനുള്ള ഒരു ദിക്ർ പറഞ്ഞു തരാ, പാപം പൊറുക്കാനുള്ള ഒരു ദിക്ർ പറഞ്ഞു തരാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാല
قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير في يوم 100 مرة كانت له عدل 10 رقاب وكتبت له 100 حسنة. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പാപം പൊറുക്കാനുള്ള ഒരു ദിക്ർ നബി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഏത് ദിക്റെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്നൊരു മനുഷ്യനതാ പടച്ചവനെ ഈ ദിക്ർ പറഞ്ഞു കഴിഞ്ഞ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വലിയ പ്രതിഫലമാപങ്ങള് ആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യൻ 100 പ്രാവശ്യം പറഞ്ഞാൽ പടച്ചവനെ അവന് നന്മ എഴുതുകയാണ്, അവന് പടച്ചവനെ ദറജ ഉയർത്തുകയാണ്, അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയോ? പെങ്ങളെ, എല്ലാവരും അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, പാപം പൊറുക്കാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? പാപം ചെയ്യാത്ത ആരുമില്ല. ഞാനും നിങ്ങളും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ആ തെറ്റുകൾ ചെയ്തവർക്ക് ആ പാപങ്ങൾ കഴുകി കഴിയാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? 5 വഖത്ത് നിസ്കരിക്കുമല്ലോ, 5 വഖത്ത് നിസ്കരിക്കുമല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാം ദുആ ചെയ്യുമല്ലോ. സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ പറയാൻ പറ്റുമോ? പെങ്ങളെ, നിനക്കതിന്റെ പ്രതിഫലം അറിയില്ല. വഅല കേൾക്കാമെന്നവരോട്, സലാം വീട്ടിയെത്തി ഇറങ്ങി ഓടുന്നവരോട് നിനക്കതിന്റെ പ്രതിഫലം അറിയാനട്ടാ. പായിപ്പാട് നിന്ന് 14ഓളം ഹാജിമാര് കഅബാലയത്തിലേക്ക് പോയല്ലോ. പലരും പോകാനിരിക്കുകയാണ്. അല്ലാഹു അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഇരിക്കുന്ന നമ്മൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പടച്ചവനെ ഹജ്ജിന്റെ കൂലി വേണോ? പായിപ്പാടുള്ള പെങ്ങളോട്, നിനക്ക് ഹജ്ജ് ചെയ്ത കൂലി വേണോ? ഹജ്ജ് ചെയ്ത കൂലി വേണോ? മോളെ, നിനക്ക് ഹജ്ജ് ചെയ്ത കൂലി വേണോ? ഉസ്താദേ, വാടക വീട്ടിൽ കിടക്കുന്നവളാ, പാവപ്പെട്ടവളാ, എനിക്ക് പൈസയില്ലാത്തവളാ, ഹജ്ജ് ചെയ്യാൻ എനിക്ക് ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന എന്റെ ഉമ്മയോട് ഞാൻ പറയട്ടെ, ഹജ്ജ് ചെയ്ത കൂലി വേണോ ഉമ്മ? ആർക്കാണ് ഹജ്ജ് ചെയ്ത കൂലി വേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, 33 പ്രാവശ്യം, 34 പ്രാവശ്യം ഈ ദിക്ർ നീ പറഞ്ഞ അല്ലാഹു 2 പ്രതിഫലം തരും. അല്ലാഹു 2 പ്രതിഫലം തരും. ഒന്ന്, നിന്റെ ജീവിതത്തിൽ വന്ന പാപം അല്ലാഹു പുറത്തു തരും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്നാ. നബി തങ്ങൾ പറയുന്നു, ഹജ്ജ് ചെയ്തവന് പ്രതിഫലം സ്വർഗ്ഗമാണ്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു അവനെ ശുദ്ധീകരിക്കുമെന്ന. നിങ്ങളെ
നമസ്കാര പായിലിരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്ർ പറഞ്ഞാ നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു നിന്നെ ശുദ്ധീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി തങ്ങളെ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ നബി തങ്ങളെ പറഞ്ഞു രണ്ട് ഉമ്മമാരെ ഇത് സാധാരണ ദിക്റല്ല അതിന് സാരമാക്കി കളയേണ്ട ദിക്റല്ല ഇത് പറഞ്ഞ നിനക്ക് ഹജ്ജിന്റെ കൂലിയാ നിനക്ക് ഹജ്ജിന്റെ കൂലിയാ ഒരു ദിവസം 5 ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യമാ 5 ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടും നിങ്ങള് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാന്റെ റസൂല് പറയുന്ന പാപങ്ങളെ പൊറുക്കാറുള്ള രണ്ടാമത്തെ വഴിയോ പടച്ചവനെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ പറയടാ മൂന്നാ അള്ളാന്റെ റസൂല് പറയുന്ന മഹാനായ പ്രവാചകൻ പറയുകയാണ് അന്നബി ഹുറൈറ റളിയല്ലാഹു തആല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ഹീന യുസ്ബിഹു വഹീന യുംസി സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ ഗുഫിറത് ഖതായ വഇൻ കാന മിൻ സബബിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന കടപ്പുറത്ത് പോയിട്ടുണ്ട് ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ട് ആ കടപ്പുറത്ത് ചെന്ന തിരമാലകൾ ഇങ്ങനെ അടിച്ചടിച്ചിങ്ങനെ വരുമല്ലോ വല്ലാത്ത പതയല്ലേ വല്ലാത്ത പതയല്ലേ ഉമ്മാ ആ പത നിനക്കെണ്ണാൻ പറ്റുമോ ആ പത നിനക്കെണ്ണാൻ പറ്റുമോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു കടലിന്റെ തിരമാലകളോളം ആ പതയോളം നീ പാപം ചെയ്താൽ അല്ലാഹു പുറത്തു തരുന്ന ഒരു ദിക്റേതെന്നറിയോ സഹാബാ സുബഹിക്ക് ശേഷം പറയണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 മറ 100 പ്രാവശ്യം പറഞ്ഞ കടലിന്റെ നുരകളോളം നീ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു സുബ്ഹി നമസ്കാരം കഴിഞ്ഞു ഈ പറയുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദിക്റ ഈ ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടലിന്റെ തിരമാലകൾ ഇങ്ങനെ അടിച്ചു കഴിയും ഒരു പതയും നൊരയും വരും അതൊന്നും എണ്ണെടുക്കാൻ കഴിയില്ല എന്റെ പ്രിയപ്പെട്ടവരെ അത്രയും പാപം ചെയ്താലും അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഈ ദിക്ർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ എന്റെ പ്രിയപ്പെട്ടവരെ 4 ഞാൻ നിർത്തുകയാണ് പാപം പൊറുക്കാനുള്ള 4ാമത്തെ വഴി 2 മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾ മുസാഫഹത്ത് ചെയ്യണം നിങ്ങൾ സലാം പറയണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞേ നബി മുഹമ്മദ് മുസ്തഫ പാപം പൊറുക്കാനുള്ള വഴി പായിപ്പാടുള്ള 2 മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടിയാൽ എന്തു പറയണം സലാം പറയണം 2 മുസാഫഹത്ത് ചെയ്യണം ചെയ്യോ ഇവനോടോ അല്ലാഹു അലം അങ്ങനെ സലാം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ട വരുവോ അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ ഈ സലാമും മുസാഫഹത്തും ഉണ്ടായിരുന്നെങ്കിൽ ഈ കസേര കാലിയായി കിടക്കുവോ ഉണ്ടോ ഇല്ല സഹോദരാ ഞാൻ പറയുന്നത് പാപം പൊറുക്കാനുള്ള വഴി സലാം പറയണം മുസാഫഹത്ത് ചെയ്യണം കെട്ടി അങ്ങ് പിടിച്ചേക്കണം എത്ര വലിയ കുറ്റം പറഞ്ഞവനാണെങ്കിലും കളിയാക്കിയവൻ എന്നെ ഉണ്ടല്ലോ ഞാൻ എല്ലാവരോടും സലാം പറയും ചിലരെന്നോട് പിണങ്ങി നടക്കും ഞാൻ അങ്ങോട്ട് പോയി സലാം പറയും ഉസ്താദിനോട് ദേഷ്യമുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന്റെ പേരിൽ പിണങ്ങി നടക്കും ഞാൻ ചാടിക്കേറി അന്നെ സുഖമല്ലേ നീ ചോദിക്കും അസ്സലാമു അലൈക്കും ഞാൻ അങ്ങനെ എടോ സലാം അങ്ങോട്ട് കയറി പറയണം നീ അങ്ങോട്ട് പോയി പറഞ്ഞാൽ ചിലപ്പോ നിന്നെ നാണമില്ലാതെ വന്നേക്കുന്നതാ നാമിന അവൾ എന്റെ വീട്ടിൽ വന്നേക്കുന്ന സലാം പറയാൻ നാണം കെട്ടിട്ട് എന്ത് വേണമെങ്കിലും പറയട്ടെ നീ സലാം പറ ആദ്യം സലാം പറയുന്നവന് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ പിണങ്ങിയിരിക്കുന്നവനോട് അങ്ങോട്ട് കയറി സലാം പറയണം അറ്റാക്ക് ചെയ്യണം അസ്സലാമു അലൈക്കും
രക്ഷപ്പെട്ടു. നീ പറ്റുമെങ്കിൽ കെട്ടി ഇങ്ങോട്ട് പിടിച്ചോ. അൽഹംദുലില്ലാ, മരുമോള് അമ്മായി അമ്മയെ കെട്ടി അങ്ങ് പിടിക്കണം. തീർന്നതോടുകൂടിയല്ല. ഞാൻ പറയുന്ന എന്റെ അക്കാട് പറയുന്ന നീ നിന്റെ അമ്മായി അമ്മയെ കെട്ടി അങ്ങ് പിടിച്ചേക്കണം. പടച്ചവനെ ഉസ്താദ്, എന്തൊരു സാധനം ഉസ്താദ്, എന്ത് സാധനമാണെങ്കിലും കുഴപ്പമില്ല, കെട്ടി അങ്ങ് പിടിച്ചാലേ ആ ഹൃദയം തമ്മിൽ അടുക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. മച്ചായ ഇടയ്ക്കിടയ്ക്ക് പിടിക്കണം, കെട്ടി അങ്ങ് പിടിച്ചേക്കണം. മച്ചാടെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാവാൻ. അൽഹംദുലില്ലാ, അള്ളാഹു സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾ എന്ത് ഇങ്ങനെ ഇരിക്കണേ? ഭാര്യയെ പോയിട്ട് കെട്ടി അങ്ങ് പിടിക്കണം. എന്തിനാ? സ്നേഹം കുറവ്. പെണ്ണുമ്പോൾ എപ്പോഴും പറയും സ്നേഹമില്ല സ്നേഹമില്ല. കെട്ടിപ്പിടിച്ചാൽ മതി, സ്നേഹം ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. റെഡിയല്ലേ? അത് പറയണം ഉസ്താദേ, അല്ലേ? കെട്ടി അങ്ങ് പിടിച്ചാൽ മതി, സ്നേഹം ഉണ്ടാകും. പെണ്ണുങ്ങളുടെ പരാതിയാ വലിയ പ്രതിഫലം കിട്ടുന്ന പെണ്ണുങ്ങൾ. എത്ര വലിയ ഭാഗ്യവതികളാ പെണ്ണുങ്ങൾ. മൊത്തം പ്രതിഫലം അവർക്കാടോ. അവർ ചോറ് വെച്ചാ പ്രതിഫലം, തുണി കഴുകിയ പ്രതിഫലം, ഭർത്താവിന്റെ തല എണ്ണ തേച്ച പ്രതിഫലം, പ്രസവിച്ച പ്രതിഫലം, പാല് കൊടുത്ത പ്രതിഫലം, അടുക്കളയിൽ നിന്ന പ്രതിഫലം, വിയർത്ത പ്രതിഫലം. എന്തു ചെയ്താലും ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് പെണ്ണുങ്ങളാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾ എന്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം ആർക്കാ? പെണ്ണുങ്ങൾക്കാ. ആണുങ്ങൾക്ക് പ്രതിഫലമൊന്നും ഇല്ലടോ. മൊത്തം പേടിക്കുന്നത് പെണ്ണുങ്ങൾ. അവർ എന്ത് അനങ്ങിയ പ്രതിഫലം. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? പക്ഷെ ഒറ്റ വാക്കുകൊണ്ട് ഈ കൂട്ടിയത് മുഴുവനും കളഞ്ഞു കളയും പെണ്ണുങ്ങൾ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആരാ? പെണ്ണുങ്ങൾ. പക്ഷെ ഒറ്റ വാക്കുകൊണ്ട്, സുബ്ഹാനല്ലാഹ്, ലൈവ് ആയതുകൊണ്ട് ഞാൻ ഒരു വാക്ക് പറയണമെന്ന് വിചാരിക്കുന്ന കേസ്